റിലേഷൻഷിപ്പ് ഒന്നുകൂടി ബെറ്റർ ആക്കണം എന്ന ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ചെറിയൊരു ഗെയിം പറഞ്ഞുതരാം. നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ലിവിങ് ടുഗദറിലുള്ളവരായിരിക്കാം, ആര് തന്നെ ആവട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ബെറ്റർ ആക്കണം എന്ന ആഗ്രഹമുള്ളവർക്കാണ്. അതുപോലെ നമുക്ക് ചിലർക്ക് ഉണ്ടായിരിക്കും, ഞങ്ങൾ തമ്മിൽ വഴക്കും കാര്യങ്ങളൊന്നുമില്ല, നല്ല സ്നേഹമൊക്കെയാണ്, പക്ഷേ പണ്ടത്തെ ആ ഒരു കളി ചിരി തമാശ ഇതൊന്നും അങ്ങോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരേപോലെയാണ്, ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിയിട്ട് വേണം ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ. നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു ഡേറ്റും ടൈമും ഫിക്സ് ചെയ്തിട്ട് ഒരു പ്ലേസിൽ വെച്ചിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകണം. അത് ഒരു കോഫി ഷോപ്പായിരിക്കാം, ഒരു പാർക്കായിരിക്കാം, അതൊന്നുമല്ല, അതിനൊന്നും സമയമില്ല എങ്കിൽ നിങ്ങൾ എല്ലാ മാസവും പോകുന്ന ഒരു സൂപ്പർ മാർക്കറ്റോ ആയിരിക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ നിങ്ങൾ കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തേണ്ടത്, നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ നിന്നാണ് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾ തനിച്ച് വരുന്നതായിരിക്കും നല്ലത്. അവിടെ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ഒരാളെ പോലെ ആയിരിക്കണം അവരോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ആളെ കളിയാക്കുക, കുറ്റപ്പെടുത്തുക, ഇങ്ങനെയുള്ള പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ബഹുമാനത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് അവിടെ രണ്ടുപേർക്കും സമയം ചിലവഴിക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പരസ്പരം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, വളരെ നല്ലൊരു മൊമെൻ്റ് അവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു സന്തോഷം അത് ആരാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ തന്നെയാണ്, അല്ലേ? നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ചെയ്തു